ശ്രീ ബ്രിട്ടാസ്, ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ വളരെ പ്രധാനപ്പെട്ട 4 എഞ്ചിനുകൾ എന്നാണ് രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്നും മുന്നോട്ടുള്ള കുതിപ്പിന് വളരെ പ്രധാനപ്പെട്ട 4 എഞ്ചിനുകളെക്കുറിച്ചാണ് ധനകാര്യമന്ത്രി സംസാരിച്ചത്. അതിലൊന്ന് നിശ്ചയമായും അഗ്രികൾച്ചറാണ്, മറ്റൊന്ന് MSME ആണ്, അതുപോലെ തന്നെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ്, എക്സ്പോർട്സ്. അപ്പോൾ ഈ മേഖലകളിൽ ഊന്നി മുന്നോട്ട് പോകുന്നതോടുകൂടി നമ്മൾ ഈ സംസാരിച്ച സാമ്പത്തിക മാന്ദ്യത്തിന് മുമ്പായുള്ളൊരു മരവിപ്പ് എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നും മറികടക്കാൻ കഴിയും എന്നുള്ള നിലയിലാണല്ലോ ധനകാര്യമന്ത്രിയുടെ ഫോക്കസ്. അത് സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കും എന്നാണ് ബജറ്റിന് ശേഷം പ്രധാനമന്ത്രിയും പ്രതികരിച്ചിരിക്കുന്നത്. നമ്മൾ അപഗ്രഥിക്കുമ്പോൾ ആ ബജറ്റിൽ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, 2 നടത്താത്ത പ്രഖ്യാപനങ്ങൾ, 3 നടത്തിയ പ്രഖ്യാപനങ്ങളെ മുൻനിർത്തി നിശ്ചയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അനുവദിച്ചിരിക്കുന്ന തുക, ഇത്രയാണ് പ്രധാനമായിട്ടൊരു ബജറ്റിനെ അപഗ്രഥിക്കുമ്പോൾ നമ്മൾ കണക്കിലെടുക്കുന്നത്. ഇപ്പോൾ കൃഷി ഒരു എഞ്ചിനാണെന്ന് ഈ സർക്കാർ പറയുന്നുണ്ടെങ്കിൽ എന്താണ് കൃഷിയോടുള്ള ഈ സർക്കാരിൻ്റെ സമീപനം? ഞാൻ ഒരു ചെറിയൊരു കണക്ക് പറയാം. അതായത് 2024-25 3,76,720 കോടി രൂപയാണ് ആ ബജറ്റിൽ, അതായത് നടപ്പ് ബജറ്റിൽ കൃഷിയും അനുബന്ധ മേഖലയ്ക്കും വേണ്ടിയിട്ട് നീക്കിവെച്ചത്. ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ട ബജറ്റിൽ 3,71,000 എന്ന് പറഞ്ഞാൽ 5,000 കോടി രൂപയുടെ കുറവ്. ഇനി ഈ കൃഷിയായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും കുറവ് വന്നിട്ടുണ്ട്. അതായത് ഗ്രാമീണ വികസനം എടുത്തു കഴിഞ്ഞാൽ, ഗ്രാമീണ വികസനം എടുക്കാം. ഇപ്പോൾ ഗ്രാമീണ മേഖലയിലെ പ്രതിസന്ധിയെക്കുറിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതായത് 2,66,000 രൂപ അലോട്ട് ചെയ്തിട്ട് ചെലവഴിച്ചത് 1,91,000 എന്ന് വെച്ചാൽ 75,000 കോടി രൂപ ചെലവഴിച്ചില്ല. നോക്കുക കൃഷിയെക്കുറിച്ചുള്ളത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, ഇതിനെ ഞാനൊരു ABCD ബജറ്റായിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം വെച്ചാൽ ആന്ധ്രാപ്രദേശിൻ്റെ പേര് പറഞ്ഞില്ലെങ്കിലും പോളാവരം പ്രോജക്റ്റിന് വേണ്ടിയിട്ട് 5,000 കോടി രൂപ ഈ ബജറ്റിൽ നീക്കി വച്ചിട്ടുണ്ട്. ബീഹാറിനെ കുറിച്ച് 6 സ്ഥലത്ത് പരാമർശമുണ്ട്. അതിൽ നമ്മുടെ താമര വിത്ത് ഉൾപ്പെടെയുള്ള ഒരു ബോർഡ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും കോസിയിലെ കനാലിനെക്കുറിച്ചൊക്കെ വിശദമായി പരാമർശമുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഗവൺമെൻറ് നിലനിൽക്കണമെങ്കിൽ ബീഹാർ എന്നുള്ള ഒരു ഊന്നുപടി വേണമെന്നുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് വിചാരിക്കാം. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, അതായത് തൊട്ട് തലേന്ന് സാമ്പത്തിക സർവേ അവതരിപ്പിക്കുന്നു. ആ സാമ്പത്തിക സർവേ ഇന്ത്യയുടെ പ്രതിസന്ധി എന്താണെന്നുള്ളത് വരച്ച് കാട്ടുന്നു. സമസ്ത മേഖലയിലും ഇന്ത്യയുടെ പ്രതിസന്ധി. ഈ പ്രതിസന്ധിയിൽ നിന്നുകൊണ്ടായിരിക്കണമല്ലോ സ്വാഭാവികമായിട്ടും ഒരു ബജറ്റ് അവതരിപ്പിക്കുന്നത്. പക്ഷേ ആ ബജറ്റിൽ ഈ പ്രതിസന്ധിയുടെ ചിത്രം എന്താണെന്നതിനെക്കുറിച്ച് പരിപൂർണമായിട്ടും വിസ്മരിച്ചിരിക്കുന്നു. ഇപ്പോൾ കേരളത്തെക്കുറിച്ചുള്ള ഒരുപാട് ചർച്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ തന്നെ ഒരുപാട് പരാമർശങ്ങൾ നടത്തി. കേരളം പോലുള്ളൊരു സംസ്ഥാനം ഇന്ത്യയുടെ ഭാഗമല്ല എന്നുള്ള രീതിയിലുള്ള ഒരു ബജറ്റ് അവതരണമാണ് നടത്തിയത്. അത് മാറ്റിവെക്കുക. അത് ഒരുപക്ഷെ ഒരുപാട് ചർച്ചകൾക്ക് വിധേയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല. ഏത് സെക്ടർ എടുക്കുക, അതായത് ഇപ്പോൾ ലോകത്തിൽ വീശിയടിക്കുന്നൊരു തരംഗമെന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസാണ്. ഇപ്പോൾ ചൈനയൊക്കെ ലോകത്തെ പിടിച്ച് കുലുക്കി. ഈ കുലുക്കലെന്ന് പറയുമ്പോൾ വെറുതെ ആരെങ്കിലും എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു അബദ്ധമായ ഒരു പ്രചരണത്തിന് വേണ്ടി നടത്തുന്ന അബദ്ധജടിലമായിട്ടുള്ള ഒരു വാചകമല്ല. അതായത് ചൈനയുടെ ഡീപ് സീക്ക് വന്നതോടുകൂടിയിട്ട് അമേരിക്കയിലെ 10 ടെക് കമ്പനികൾക്ക് 90 ലക്ഷം കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചു. അങ്ങനെ ആകെ വീശിയടിക്കുകയാണ്. എന്താണ് ഈ മേഖലയിലൊക്കെയുള്ള ഗവൺമെൻറ്റിൻ്റെ ഊന്നൽ? എന്താണ് തകർന്നടിയുന്ന മാനുഫാക്ചറിങ് സെക്ടറിനോടുള്ള സമീപനം? എക്കണോമിക് സർവേ പറയുന്നു, അതായത് നമ്മൾ നമ്മുടെ മനുഷ്യശേഷിയെ ആശ്രയിക്കണം. ഗ്ലോബലൈസേഷനെ ആശ്രയിച്ചിട്ട് കാര്യമില്ല. ഗ്ലോബലൈസേഷൻ പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തു നിന്ന് ഇവിടെ നിക്ഷേപിക്കപ്പെടുന്ന പണം സുരക്ഷിതമല്ല, അവർ പിൻവലിച്ചുകൊണ്ട് പോവുകയാണ്. ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്താണ് പരിഹാരമെന്നുള്ളത് ഇവർ നിർദ്ദേശിക്കുന്നില്ല. ABCD ബജറ്റ് എന്ന് പറയുമ്പോൾ ആന്ധ്ര വരുന്നുണ്ട്, ബീഹാർ വരുന്നുണ്ട്, ഡൽഹി. ഇപ്പോൾ ഈ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തലവാചകമായിട്ട് സർക്കാർ കൊട്ടിഘോഷിക്കുന്നത് 2 കോടി ആൾക്കാർ മാത്രം ഉൾപ്പെട്ടിട്ടുള്ള ആദായ നികുതിയായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ അവിടെ തന്നെ കുഴികളുണ്ട്. ഇപ്പോൾ ആദായ നികുതിയുടെ പഴയ സ്കീമും പുതിയ സ്കീമും, പഴയ സ്കീമിന് ഇത് ബാധകമല്ല. എത്ര പേരാണ് ഈ പഴയ സ്കീമിലുള്ളത്? എത്ര പേരാണ് പുതിയ സ്കീമിലുള്ളത്?
ഈ പുതിയ സ്കീമിൽ തന്നെ എന്തെല്ലാം ചതിക്കുഴികളാണ് ഉള്ളത്. അപ്പോൾ ബജറ്റ് മൊത്തത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ മേഖലയിൽ നിന്നും സർക്കാർ പിൻവാങ്ങുന്നു. അടിയന്തരമായിട്ട് സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകുന്നില്ല. യഥാർത്ഥം ഇത്രത്തോളം ഓൾറൗണ്ടായിട്ടുള്ള ഒരു ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ബജറ്റ് സമീപകാലത്ത് ഞാൻ കണ്ടിട്ടില്ല.